ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു കസ്റ്റമർ നിങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് വാങ്ങും, വിശ്വാസം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കിച്ചൺ ടു ഇൻകം സീരീസിലേക്ക് വീണ്ടും വെൽക്കം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് പഠിച്ചു അല്ലേ? നിങ്ങൾ എല്ലാവരും അതിനൊരു ചാർട്ടൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് റെഡിയായി കാണാം, ശരിയല്ലേ? ക്വാളിറ്റിയും ടേസ്റ്റും എല്ലാം നല്ലതാണെന്ന് നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തിയിട്ടുണ്ടാവും. പക്ഷെ ഒരു വലിയ ചോദ്യം ബാക്കിയുണ്ട്. എന്താണെന്നല്ലേ? എൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു സ്ട്രേഞ്ചർ എങ്ങനെ അറിയൂ അത്? അറിയാത്ത ഒരാൾ എന്തുകൊണ്ട് എന്നിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്, ട്രസ്റ്റ്, അതായത് വിശ്വാസം. എങ്ങനെ നമുക്ക് വിശ്വാസം ഉണ്ടാക്കാം? കിച്ചൺ ബിസിനസ്സിൽ വിശ്വാസം ഇല്ലാതെ എത്ര നല്ല പ്രൊഡക്റ്റ് ആയാലും സെയിൽസ് വരില്ല, അത് സത്യമാണ്. ഇന്ന് നമ്മൾ പ്രാക്ടിക്കലായി നോക്കും. വിശ്വാസം എങ്ങനെ ബിൽഡ് ചെയ്യാം, എല്ലാവരിലും നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ആദ്യത്തെ കസ്റ്റമറിനെ എങ്ങനെ കിട്ടും, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അതിന് കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് കാര്യം, എന്തുകൊണ്ട് വിശ്വാസമാണ് ഏറ്റവും വലിയത് എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അത് വരുത്തേണ്ട ആവശ്യം നമുക്ക് അറിയാം അല്ലെ? ഒരു കാര്യം മനസ്സിലാക്കുക, ഹോം കിച്ചണിൽ നിന്ന് ഭക്ഷണം വാങ്ങുക എന്നത് ഒരു കസ്റ്റമറിന് ഒരു റിസ്ക് ആണ്. അവർക്കറിയില്ല ഹൈജീൻ എങ്ങനെയാണ്, ഇൻഗ്രീഡിയൻസ് ക്വാളിറ്റി എങ്ങനെയാണ്, ഇത് കൺസിസ്റ്റന്റ് ആയി കിട്ടുമോ, പണം കൊടുത്താൽ പ്രൊഡക്റ്റ് കൃത്യമായി കിട്ടുമോ, അതോ കളിപ്പിച്ചു പോകുമോ. ഇതെല്ലാം ഒരു കസ്റ്റമറിനെ സംബന്ധിക്കുന്നിടത്തോളം ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ബ്രാൻഡഡ് ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഡൗട്ട്സ് കുറവാണ്. കാരണം ബ്രാൻഡിന് ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. അത് നാളെ ആ ഷോപ്പ് അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നിങ്ങളൊരു പുതിയ ആളാണ്, ട്രാക്ക് റെക്കോർഡില്ല. അപ്പോൾ ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടാൻ നമുക്ക് വിശ്വാസം മാനുവലി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം, മൗത്ത് ടു മൗത്ത്. നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഹോം കിച്ചൺ ബിസിനസ്സിന് ഒരു നാച്ചുറൽ അഡ്വാൻറ്റേജ് ഉണ്ട്, പേഴ്സണൽ കണക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ. കമ്പനീസിന് ഇല്ലാത്ത ഒരു ഹ്യൂമൻ ടച്ച് നിങ്ങൾക്കുണ്ട്. അത് ശരിയായി യൂസ് ചെയ്താൽ വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, വിശ്വാസം ബിൽഡ് ചെയ്യുന്നതിൻ്റെ 4 തൂണുകളാണ് ഞാൻ സംസാരിക്കുന്നത്. ഫസ്റ്റ് വൺ, സോഷ്യൽ പ്രൂഫ്. മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് അല്ലെ? ആളുകൾ ഒരു സ്ട്രേഞ്ചറിന്റെ വാക്ക് വിശ്വസിക്കുന്നതിനേക്കാൾ മറ്റ് കസ്റ്റമേഴ്സ് പറയുന്നത് വിശ്വസിക്കും. പ്രാക്ടിക്കൽ സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ, ആദ്യത്തെ 5-10 കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ പ്രൈസിൽ അല്ലെങ്കിൽ ഫ്രീ സാമ്പിൾ ആയി കൊടുക്കുക. പകരം അവരോടൊരു ഓണസ്റ്റ് റിവ്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് ചോദിക്കുക. അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്നുള്ളതിന്റെ ഒരു ഫോട്ടോ ചോദിക്കുക. ഈ റിവ്യൂസ് വാട്സപ്പ് സ്റ്റാറ്റസിലും സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യുക. കസ്റ്റമറിന്റെ പേരും ലൊക്കേഷനും പെർമിഷനോട് കൂടി തന്നെ വേണം കേട്ടോ ചെയ്യാൻ. കാരണം നമ്മുടെ ഒരു കസ്റ്റമറിന് ചിലപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പെർമിറ്റ് ചോദിക്കണം. എന്നിട്ട് ടെസ്റ്റിമോണിയൽസ് ഉണ്ടാക്കുക. ആദ്യത്തെ 10 റിവ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ വാങ്ങാൻ വളരെ എളുപ്പമാവും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ പ്രോസസ്സ് കാണിക്കുക. കസ്റ്റമേഴ്സിന് ഹൈജീൻ, ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറിച്ചുള്ള ഡൗട്ട്സ് മാറ്റാൻ ഏറ്റവും നല്ല വഴി നിങ്ങളുടെ കിച്ചൺ പ്രോസസ്സ് അവരെ കാണിക്കുക. കുക്കിംഗ് പ്രോസസ്സിന്റെ ചെറിയ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ഇൻഗ്രീഡിയൻസ് എവിടെ നിന്ന് വാങ്ങുന്നു എന്ന് പറയുക. പാക്കേജിംഗ് പ്രോസസ്സ് കാണിക്കുക. ക്ലീനിങ്, ഹൈജീനിക് ആയിട്ട് പാക്കേജ് ചെയ്യുന്നത് അവർക്ക് നേരിട്ട് കാണുകയാണെങ്കിൽ, അതിന്റെ വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രൊഫഷണൽ ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാവും. നോ പ്രിസർവേറ്റീവ്സ്, ഫ്രഷ് ഓയിൽ ഉള്ളി എന്ന് നമ്മൾ നമ്മുടെ ഐറ്റത്തിനോട് നമ്മൾ ചേർക്കുക. ഒരു കുറിപ്പ് എഴുതി വെക്കുക. ഹോണസ്റ്റ് ക്ലെയിംസ് ചെയ്യുക, ഓവർ പ്രോമിസ് ചെയ്യരുത്. ഇത് ചെയ്യുമ്പോൾ കസ്റ്റമറിന് ഒരു ബിഹൈൻഡ് ദ സ്ക്രീൻ ഫീൽ കിട്ടും. അത് ട്രസ്റ്റ് വർദ്ധിപ്പിക്കും. ഇനി നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. എപ്പോഴും ഒരേ ക്വാളിറ്റി. ട്രസ്റ്റ് ബിൽഡ് ആകുന്നത് ഒരു ഡേയിലല്ല, അത് റിപ്പീറ്റഡ് പോസിറ്റീവ് എക്സ്പീരിയൻസിലാണ്.
നമ്മളൊരു കാര്യം റിപ്പീറ്റായി ചെയ്യുമ്പോൾ, അതേ കാര്യം തന്നെ ചെയ്യുമ്പോൾ അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും, പോസിറ്റീവായിട്ട് നമ്മളെ കുറിച്ചുള്ളൊരു അഭിപ്രായം കിട്ടും. ഒരു കസ്റ്റമർ രണ്ടാമത്തെ തവണ ഓർഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഓർഡറിന്റെ അതേ ടേസ്റ്റ്, അതേ ക്വാണ്ടിറ്റി, അതേ പാക്കേജിങ് കിട്ടണം. ഒരു തവണ ക്വാളിറ്റി കുറഞ്ഞാൽ ആ കസ്റ്റമർ തിരിച്ചു വരില്ല, മാത്രമല്ല മറ്റുള്ളവരോട് നെഗറ്റീവായി പറയുകയും ചെയ്യും. സിമ്പിൾ റൂൾ എന്താണെന്ന് ചോദിച്ചാൽ, 3 ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യുക. ക്വാണ്ടിറ്റിയിൽ ഒരു ചെറിയ എക്സ്ട്രാ കൊടുക്കുക. അതൊക്കെ ഒരു കസ്റ്റമറിനെ സന്തോഷിപ്പിക്കും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ വളരെയധികം മാർക്കറ്റിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ പ്രൊഫഷണൽ ആയിരിക്കുക. ഒരു കസ്റ്റമർ മെസ്സേജ് അയച്ചാൽ വേഗം തന്നെ റിപ്ലൈ കൊടുക്കുക. ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ ക്ലിയർ ആയി പറയുക. പ്രൈസ്, ക്വാണ്ടിറ്റി, ഡെലിവറി ഡേറ്റ് ഇതെല്ലാം നമ്മൾ കൃത്യതയോടെ പറഞ്ഞിരിക്കണം. പ്രൊഫഷണലായി തോന്നിക്കുന്ന ചെറിയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒരു സിമ്പിൾ പ്രൈസ് ലിസ്റ്റ്, അതിലൊരു മെനു കാർഡ് നമ്മൾ റെഡിയാക്കി വെക്കുക. പേയ്മെന്റ് കിട്ടിയാൽ കൺഫർമേഷൻ അയക്കുക. ഡിലേ ഉണ്ടെങ്കിൽ മുൻപേ തന്നെ കസ്റ്റമറിനോട് പറയുക. ഇത് ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നും, പക്ഷെ ഇതാണ് ഒരു ഹോബിയും ഒരു ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട വസ്തുത തന്നെയാണ്. ഇനി അടുത്ത കാര്യം പറഞ്ഞാൽ, ആദ്യത്തെ ഫസ്റ്റ് കസ്റ്റമേഴ്സിനെ എവിടെ നിന്ന് കിട്ടും എന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലെ? ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. ഫസ്റ്റ് വൺ, ഇന്നർ സർക്കിൾ. ആദ്യം ഫാമിലി, ക്ലോസ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഇവർ നിങ്ങളെ വിശ്വസിക്കുന്നവരാണ്. ഇവർ ആദ്യത്തെ കസ്റ്റമേഴ്സ് ആകാൻ എളുപ്പവുമാണ്. ഇവരോട് ഓണസ്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുക. ഞാനൊരു സ്മോൾ ബിസിനസ് തുടങ്ങുന്നു, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അത് അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ ഒരു കാരണമാകും. ഇനി നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റെൻഡഡ് നെറ്റ്വർക്ക്. അതായത് നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റം, നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എല്ലായിടത്തേക്ക് അറിയാനുള്ളൊരു പാത ഒരുക്കുക. വാട്സപ്പിലെ ഗ്രൂപ്പ്സ്, ഫാമിലി ഗ്രൂപ്പ്സ്, നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, അലുമിനി ഗ്രൂപ്പ്സ്, ഇവിടെ ഒരു റെസ്പെക്ട്ഫുൾ ആയ സ്പാം ഇല്ലാത്ത അനൗൺസ്മെന്റ് ചെയ്യുക. അത് നമ്മൾ ചെയ്യുമ്പം അത് സ്പാം ആകരുത്. ഇന്നിപ്പോൾ ഒത്തിരി സ്പാം കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് ആൾക്കാർ, കസ്റ്റമേഴ്സിന് അങ്ങനെ തോന്നാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നെയിം ഉണ്ടാക്കി സെല്ല് ചെയ്യുന്നു, താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യൂ എന്ന രീതിയിലായിരിക്കണം നമ്മുടെ പോസ്റ്ററുകൾ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോക്കൽ കമ്മ്യൂണിറ്റി. നിങ്ങളുടെ അയൽവക്കം, അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ്, ലേഡീസ് അസോസിയേഷൻസ്, ചർച്ച്, ടെമ്പിള്, കമ്മിറ്റീസ് ലോക്കലായി തുടങ്ങുന്നത് ഗുണം ചെയ്യും. കാരണം ഡെലിവറി എളുപ്പമാണ്. വേർഡ് ടു മൗത്ത് വേഗം സ്പ്രെഡ് ആവും. അതായത് നമ്മളൊരു വാക്ക് മറ്റുള്ളവരിലേക്ക് പറയുക, മൗത്ത് ടു മൗത്ത് എന്ന് പറയും, അല്ലെ? ഒരാളോട് പറഞ്ഞ കാര്യം മറ്റുള്ളവരിലേക്ക് നമ്മൾ പറയുന്നത് അനുസരിച്ച് അങ്ങനെ സ്പ്രെഡ് ആവും പെട്ടെന്ന്. അത് ധാരാളം ആളുകളിലേക്ക് എത്തിച്ചേരാനും സഹായിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. അതൊരു വലിയ തുടക്കം തന്നെയാണ്. ഒരു ചെറിയ തുടക്കമാണ്, അതൊരു വലിയ സാധ്യതയാണ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഒരു സിമ്പിൾ പേജ്, പ്രൊഫൈൽ ഉണ്ടാക്കുക. തുടക്കത്തിൽ പെർഫെക്റ്റ് ആയ കണ്ടന്റ് ഒന്നും വേണ്ട. ആദ്യം കൺസിസ്റ്റന്റ് ആയി പോസ്റ്റ് ചെയ്യുക. റിയൽ ഫോട്ടോസ്, റിയൽ പ്രോസസ്സ് കാണിക്കുക. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഒരു ഫുൾ വീഡിയോ തന്നെ നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നുണ്ടാവും. ആദ്യത്തെ ഫസ്റ്റ് കസ്റ്റമേഴ്സിനെ കിട്ടാൻ കുറച്ച് സമയം എടുക്കും, അത് നോർമലാണ്. പേഷ്യൻസ് വേണം. ക്വാളിറ്റിയും വിശ്വാസവും ബിൽഡ് ചെയ്താൽ ബാക്കി ഗ്രോത്ത് ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് വന്നോളും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കോമൺ ട്രസ്റ്റ്. അതായത് നമുക്ക് ഒരു പൊതുവായ വിശ്വാസം. നമ്മുടെ മിസ്റ്റേക്കിനെ നമ്മൾ നശിപ്പിച്ചു കളയുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ ഓവറായിട്ട് പ്രോമിസ് ചെയ്യും, ഇത് ഇങ്ങനെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ. പക്ഷെ കസ്റ്റമേഴ്സ് തന്നെ അത് മനസ്സിലാക്കണം. ഒരു ദിവസം നമ്മൾ ഇപ്പൊ നമുക്കൊരു ഓർഡർ തന്നാൽ ഇന്ന് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ റെഡിയാണ്, നമുക്ക് ആ ഓർഡർ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മളത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല, നമുക്ക് പറ്റുന്ന സമയം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. അപ്പം ഓവർ പ്രോമിസിങ് നമ്മൾ കൊടുക്കരുത് ആർക്കും. ഓവർ പ്രോമിസിങ് കൊടുത്തിട്ട് നമ്മളത് ഡിലേ ആകുന്നത് നമ്മളെ
സാരമായിട്ട് ബാധിക്കും. ഇൻകൺസിസ്റ്റന്റ് പ്രൈസിങ്, ഓരോ കസ്റ്റമറിനും വേറെ വേറെ പ്രൈസ് പറയുക, ഇത് അൺപ്രൊഫഷണൽ ആണ്. എങ്ങനെയും ഒക്കെ അത് ലീക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ പേര് തന്നെ പോകുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ വില കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മൂന്നാമത്തെ കാര്യം, റിപ്ലൈ ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ വാട്സപ്പിലേക്ക് എന്തെങ്കിലും ഓർഡറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അവർ ഡൗട്ട് ചോദിക്കുന്നതായിരിക്കാം. പക്ഷെ മെസ്സേജിന് വൈകി റിപ്ലൈ ചെയ്യരുത്. മെസ്സേജ് വരുമ്പോൾ നമ്മൾ അവർക്ക് അപ്പം തന്നെ റിസർച്ച് എന്തായിരിക്കോട്ടെ ഓപ്പൺ ആയിട്ട് മറുപടി കൊടുക്കുക. അങ്ങനെ സമയത്തിന് മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് നഷ്ടപ്പെടും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇഗ്നോർ ചെയ്യുക. സോഷ്യൽ മീഡിയ ആവുമ്പോൾ ഇഷ്ടം പോലെ നെഗറ്റീവ് ഫീഡ്ബാക്സ് ഉണ്ടാവും. അതിൻ്റെ എല്ലാം പുറകെ പോകാതെ ഒരു കസ്റ്റമർ കംപ്ലൈന്റ് വന്നാൽ വിഷമിക്കാതെ അത് കേട്ട് അത് എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും എന്ന് ശ്രമിക്കുക. അത് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും, കുറയ്ക്കുകയില്ല. ഇനി നമ്മളത് ക്ലോസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ, ഒരു കൂട്ടുകാരുടെ ഒരു വിശ്വാസം എന്നത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒന്നല്ല. അത് ഓരോ ചെറിയ ഹോണസ്റ്റ് ആക്ഷൻ, അതായത് വിശ്വാസമുള്ള ഓരോരോ ചെറിയ ചെറിയ പടിപടിയായിട്ട് കയറി വരുന്നതാണ് അതൊക്കെ. ക്ലീൻ പാക്കേജിംഗ് മുതൽ വൺ ടൈം ഡെലിവറി വരെ, ഒരു ജെന്യുവിൻ റിപ്ലൈ വരെ, ഇതെല്ലാം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരുന്നതാണ് നമുക്കൊരു നല്ലൊരു വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ എടുക്കേണ്ട ആക്ഷൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. എല്ലാവരും എടുക്കുമല്ലോ അല്ലെ? ഇന്ന് തന്നെ 5 ക്ലോസ് ആയ ആളുകളെ ലിസ്റ്റ് ചെയ്യുക. അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫ്രീ സാമ്പിളായോ സ്പെഷ്യൽ പ്രൈസിലോ കൊടുക്കുക. ഹോണസ്റ്റ് ഫീഡ്ബാക്ക് ചോദിക്കുക. ഈ ഫീഡ്ബാക്കാണ് നിങ്ങളുടെ ആദ്യത്തെ സോഷ്യൽ പ്രൂഫ് ആകുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിങ്ങളുടെ കിച്ചൺ ബ്രാൻഡ് എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചാണ്. ഇന്ന് പഠിച്ച ട്രസ്റ്റ് ബിൽഡിംഗ് പ്രിൻസിപ്പിൾസ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുക എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. കമന്റിൽ നിങ്ങൾ എഴുതുക ട്രസ്റ്റ് ബിൽഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഉള്ള ഹോം ബേക്കേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ അവർ കൂടി ഷെയർ ചെയ്യുക. കിച്ചൺ ടു ഇൻകം സീരീസിന്റെ ബാക്കി വീഡിയോസ് കാണാൻ നിങ്ങൾ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക. ഓരോ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.